Welcome students to my 5th video on solids. നമ്മൾ 4th വീഡിയോയിൽ കണ്ടത് പലതരത്തിലുള്ള ക്രിസ്റ്റൽ ലാറ്റിസുകളുടെ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റിനെ പറ്റിയായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ക്രിസ്റ്റൽ ലാറ്റിസുകളുടെ പാക്കിംഗ് എഫിഷ്യൻസിയെ പറ്റിയാണ്. ആദ്യമായി പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് അറേഞ്ച്ഡ് ആണെന്ന് നമ്മൾ കണ്ടു. എങ്കിലും അതിൽ ധാരാളം എംപ്റ്റി സ്പേസ് ഉണ്ട്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ എന്തുമാത്രം സ്ഥലം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് പാക്കിംഗ് എഫിഷ്യൻസി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. പാക്കിംഗ് എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല നമുക്ക് നോക്കാം. പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. നമുക്ക് സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന് നമുക്കറിയാം 8 കോർണറുകളിലാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉള്ളത്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ ഷേപ്പ് എന്താണ്? സ്പിയർ. സ്പിയറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? 4/3 πr³. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിയറിന്റെ റേഡിയസ് ആണ്. നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് എന്താ? ക്യൂബ്. ക്യൂബിന്റെ വോളിയം കാണാനുള്ള ഫോർമുല A³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജ് ലെങ്ത്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇനി നമുക്കറിയേണ്ടത് എഡ്ജ് ലെങ്ത്തും റേഡിയസും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ക്യൂബിന്റെ എഡ്ജ് ലെങ്ത്തും കോൺസ്റ്റന്റ് പാർട്ടിക്കിളായ സ്പിയറിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷനാണ് ഇനി നമുക്കറിയേണ്ടത്. അതിന് നമുക്കൊരു ചിത്രം നോക്കാം. സിമ്പിൾ ക്യൂബിക്കിൽ 8 കോർണറുകളിലാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയ സ്പിയേഴ്സ് കാണുന്നത്. ഈ സ്പിയറുകളുടെ സെന്ററുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബ് കിട്ടുന്നത്. ഈ ക്യൂബിന്റെ ഒരു ഫേസ് കൺസിഡർ ചെയ്യാം. ഈ ഫേസിന്റെ ഷേപ്പ് ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ ഒരു എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് സ്പിയറിന്റെ 2 റേഡിയസുകളുടെ സമ്മിന് തുല്യമാണ്. ഇപ്പോൾ നമുക്ക് സിമ്പിൾ ക്യൂബിക്കിന്റെ എഡ്ജ് ലെങ്ത്തും റേഡിയസ് ഓഫ് സ്പിയറും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇവ ഉപയോഗിച്ച് നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എയും സ്പിയറിന്റെ റേഡിയസ് ആറും ആണെങ്കിൽ A is equal to 2r എന്ന് നമ്മൾ കണ്ടു. വോളിയം ഓഫ് യൂണിറ്റ് സെൽ A³ ആണ്. A is equal to 2r ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ 8r³ എന്ന് നമുക്ക് കിട്ടും. സിമ്പിൾ ക്യൂബിക്കില് ഒരു യൂണിറ്റ് സെല്ലിന് സ്വന്തമായി ഒരു പാർട്ടിക്കിൾ ആണുള്ളത്. ആ പാർട്ടിക്കിളിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ തുല്യമാണ്. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഫോർമുല വോളിയം ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ മൾട്ടിപ്ലൈഡ് ബൈ 100. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/3 πr³ ഡിവൈഡഡ് ബൈ 8r³ മൾട്ടിപ്ലൈഡ് ബൈ 100. കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയി 52.4% എന്ന് കിട്ടും. അടുത്തതായി BCCയിലെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. BCCയിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് കാണാൻ പറ്റുന്നത് 8 കോർണറുകളിലും ക്യൂബിന്റെ അകത്തുമാണ് ഒരു പാർട്ടിക്കിൾ കാണാം. ഒരു സെറ്റ് ടച്ചിങ് സ്പിയേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സ്പിയേഴ്സ് വരുന്നത് ക്യൂബിന്റെ ബോഡി ഡയഗണൽ വഴിയാണ്. ബ്ലാക്ക് കളറില് കാണിച്ചിട്ടുള്ള ലൈനാണ് ബോഡി ഡയഗണൽ. ബോഡി ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിന്റെ റിമോട്ട് ആയിട്ടുള്ള 2 കോർണേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ബോഡി ഡയഗണൽ എന്ന് പറയുന്നത്. ഒരു ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് A ആണെങ്കിൽ ബോഡി ഡയഗണലിന്റെ വാല്യൂ √3a ആയിരിക്കും. ഈ ചിത്രത്തിൽ ബോഡി ഡയഗണലും റേഡിയസും എങ്ങനെയാണ് റിലേഷൻ എന്ന് കാണാൻ സാധിക്കും. ബോഡി ഡയഗണൽ √3a ഇറ്റ് ഈസ് ഈക്വൽ ടു 4r. അതായത് ബോഡി ഡയഗണലായി വരുന്ന ആ ബ്ലാക്ക് ലൈനിൽ 4 റേഡിയസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് BCCയിലെ പാക്കിംഗ് എഫിഷ്യൻസിയുടെ കാൽക്കുലേഷൻ കാണാം. ബോഡി ഡയഗണൽ ഓഫ് ദ ക്യൂബും റേഡിയസും തമ്മിലുള്ള റിലേഷൻ ആണ് √3a ഈക്വൽ ടു 4r. ഇതിൽ നിന്നും A is equal to 4r/√3 എന്ന് കിട്ടും. വോളിയം ഓഫ് യൂണിറ്റ് സെൽ A³ ആണെന്ന് നമുക്കറിയാം. Aക്ക് പകരം 4r/√3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു
4r/√3 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഒരു BCC യൂണിറ്റ് സെല്ലിൽ 2 പാർട്ടിക്കിളാണുള്ളത്. ഈ 2 പാർട്ടിക്കിളിന്റെ കൂടി വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × 4/3 πr³. നമുക്കറിയാം പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഫോർമുല വോളിയം ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ മൾട്ടിപ്ലൈഡ് ബൈ 100. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഈ ഫോർമുലയിലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 × 4/3 πr³ ഡിവൈഡഡ് ബൈ 4r/√3 ഹോൾ ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ 100 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി 68% എന്ന് നമുക്ക് കിട്ടും. അടുത്തതായി നമുക്ക് HCPLത്തെയും FCCLത്തെയും പാക്കിംഗ് എഫിഷ്യൻസി കാണാം. HCPയും FCCയും പാക്കിംഗ് എഫിഷ്യൻസി തുല്യമാണ്. നമുക്കത് കാരണം FCCയുടെ ചിത്രത്തിന്റെ സഹായത്തോടെ ഇത് പഠിച്ചെടുക്കാം. എഡ്ജ് ലെങ്ത്തും റേഡിയസും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് ചിത്രത്തിന്റെ സഹായത്തോടെ കാണാം. ഈ ക്യൂബ് കൺസിഡർ ചെയ്യും. ഇതിൽ ABCD എന്ന ഫേസിൽ AC എന്ന് പറയുന്നത് ഒരു ഫേസ് ഡയഗണൽ ആണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നത് ആ ഫേസ് ഡയഗണലിലൂടെയാണ്. ഒരു ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് A ആണെങ്കിൽ അതിന്റെ ഫേസ് ഡയഗണൽ A√2 ആയിരിക്കും. ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഈ ഫേസ് ഡയഗണൽ വരുമ്പോൾ √2 A = 4r തുല്യമായിരിക്കും. ഈ ഫേസ് ഡയഗണലിൽ 4 റേഡിയസ് വരുന്നുണ്ട്. അതായത് √2 A = 4r ആണ്. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയുടെ കാൽക്കുലേഷനിലോട്ട് കിടക്കാം. അതിനായി നമുക്ക് ഫേസ് ഡയഗണലും റേഡിയസും തമ്മിലുള്ള റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഫേസ് ഡയഗണൽ A√2 = 4r. ക്യൂബിന്റെ വോളിയം കാണുന്നതിനുള്ള ഫോർമുല A³ ആണ്. ഇവിടെ Aക്ക് പകരം നമ്മൾ 4r/√2 എന്ന് കൊടുക്കുമ്പോൾ A³ = 4r/√2 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. നമുക്കറിയാം FCC യൂണിറ്റ് സെല്ലിൽ 4 പാർട്ടിക്കിളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് പാർട്ടിക്കിൾസ് 4 മൾട്ടിപ്ലൈഡ് ബൈ 4/3 πr³ ആയിരിക്കും. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഫോർമുല നമുക്കറിയാം. വോളിയം ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ മൾട്ടിപ്ലൈഡ് ബൈ 100. ഈ ഫോർമുലയിൽ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 4/3 πr³ ഡിവൈഡഡ് ബൈ 4r/√2 ഹോൾ ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ 100 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 74% എന്ന് കിട്ടും. നമ്മളിപ്പോൾ സിമ്പിൾ ക്യൂബിക്കിന്റെയും ബോഡി സെന്റർഡ് ക്യൂബിക്കിന്റെയും ഫേസ് സെന്റർഡ് ക്യൂബിക്കിന്റെയും പാക്കിംഗ് എഫിഷ്യൻസി കണ്ടു. ഏതിലായിരുന്നു ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വന്നത്? ഫേസ് സെന്റർഡ് ക്യൂബിക്. ഫേസ് സെന്റർഡ് ക്യൂബിക്കിന്റെ അതേ വാല്യൂ തന്നെയാണ് HCP. അപ്പൊ FCCയും HCPയും ആണ് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ക്ലോസ് പാക്കിംഗ്. ഇന്ന് നമ്മൾ പഠിച്ച പാക്കിംഗ് എഫിഷ്യൻസി നമുക്കൊരു ടേബിൾ വഴി എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാം. ഈ ടേബിളിൽ നിങ്ങൾ നോക്കൂ. Z എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് സെൽ. പാർട്ടിക്കിൾസ് ടേക്കണല്ലോ സിമ്പിൾ ക്യൂബിക്കല്, ബോഡി സെന്റർഡ് ക്യൂബിക്കല്, FCCയില് എല്ലാം നമ്മുടെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. Aയും Rഉം തമ്മിലുള്ള റിലേഷൻ, അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് വാല്യൂ ആയ പാക്കിംഗ് എഫിഷ്യൻസി, ഇതെല്ലാം നമ്മളൊരു ടേബിളിൽ കാണിച്ചിരിക്കുകയാണ്.